ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രൊസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ സെപ്റ്റംബർ മാസം പി എസ് സി നടത്തിയിട്ടുള്ള എക്സാമുകളുടെ ജോഗ്രഫി ചോദ്യങ്ങൾ നമ്മളന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു പാർട്ട് സെപ്റ്റംബർ മാസം പി സി കേട്ടിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിയും ഇന്ന് 16-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി എക്സാമുകൾ നടക്കും, ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ വരും. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കൂടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് പകുതിയിൽ വെച്ച് തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നല്ല നീളം പോവും. അത് നിങ്ങൾക്കും ബോറായിരിക്കും, എനിക്കും ബോറായിരിക്കും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് അല്ല. ഓക്കെ, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പി എസ് സിയുടെ ആ ട്രെൻഡാണ് ഈ മാസം പി എസ് സി ഏത് ട്രെൻഡിലാണെന്ന് അറിയാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യൻസ് വെച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എൽ ഡി സി ആയാലും ഡിഗ്രി ലെവൽ എക്സാമുകൾ കേന്ദ്രീകരിച്ച് നോക്കുന്നവർക്കായി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സെപ്റ്റംബർ മാസം പി എസ് സി നടത്തിയിട്ടും അതേപോലെ ഫൈനൽക്ക് പുറപ്പെടുവിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാത. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു ദേശീയ ജലപാത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം നല്ലപോലെ രീതി ചോദ്യം നമ്മുടെ ചന്ദ്രയാൻ 3 ചോദിക്കൂലേ, അതുപോലെയാണ് ദേശീയ ജലപാത പി എസ് സി ഇപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഏതാണ് ദേശീയ ജലപാത ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ്, നാഷണൽ വാട്ടർവേ 3 ആണ്, കൊല്ലം ടു കോട്ടപ്പുറം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്. നമ്മൾ ഇന്നലെയും ഈ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അതാണ് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഒരേ മാസം തന്നെ ഇത് മൂന്നാമത്തെ ചോദ്യമാണ്, സെയിം ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 2023 ഓഗസ്റ്റ് 23 പ്രത്യേകത എന്താണ്? ദേശീയ ബഹിരാകാശ ദിനം. അടുത്ത ചോദ്യം 41 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരെന്നാണ്? ആരാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം? എസ് കെ വസന്തനാണ്. ഓക്കെ, എസ് കെ വസന്തൻ. ഈ എസ് കെ വസന്തൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട് കേട്ടോ. നമ്മളത് നോക്കണം. കാരണം നമുക്ക് ഓപ്ഷൻ തന്നാൽ നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? എസ് കെ വസന്തൻ്റെയാണ്. ഓക്കെ, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. അതുപോലെ തന്നെ നമ്മൾ നടന്ന വഴികൾ ആരുടെയാണ്? എസ് കെ വസന്തൻ്റെ കൃതിയാണ്. പടിഞ്ഞാറൻ കാവ്യമീ മാംസ എസ് കെ വസന്തൻ്റെ കൃതിയാണ്. കാൽപ്പാടുകൾ എസ് കെ വസന്തൻ്റെ കൃതിയാണ്. ഓക്കെ, അപ്പോൾ ഈ കൃതികളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഫസ്റ്റ് പറഞ്ഞത് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീ മാംസ, കാൽപ്പാടുകൾ. ഓക്കെ, എസ് കെ വസന്തൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അടുത്ത ചോദ്യമാണ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. ഏതാണ്? കെടാവിളക്കാണ്. ഓപ്ഷൻ സി, ഓപ്ഷൻ എ കെടാവിളക്കാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇതും പറഞ്ഞു പോകുന്നത്. വിരാട് കോഹ്ലിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല നമ്മളെ സബ്ജക്റ്റിൽ പറഞ്ഞതല്ല, എന്നാലും ഒന്ന് നോക്കുക. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ചിഹ്നം, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം. ഓക്കെ, നാട്ടുരാജ്യങ്ങൾ സംയോജനം, ലൈനക്കാരെ തയ്യാറാക്കിയ ആരെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, പട്ടേലും വി പി മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് ഖാരിഫ് വിള ഏതെന്നാണ്? ഖാരിഫ് വിള ഏതെന്നാണ്? ഏതാണ്? ഗോതമ്പല്ല, നെല്ലാണ്. ഓക്കെ, ഖാരിഫ് വിള നെല്ലാണ്. ഖാരിഫ് വിള നെല്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസലാക്കിയാണ്. ISR സ്ഥാപിതമായത് എന്നാണ്? 1969 ആണ്. ഓക്കെ, 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതെന്നാണ്? ഏതാണ്? സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. കോഴിക്കോടാണ്. ഓപ്ഷൻ ബി കോഴിക്കോടാണ്. 2023 ഒക്ടോബർ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ 100 എത്രയാണ്? 107 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയുടെ ദൗത്യം എന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആദിത്യ L1. ഓക്കെ, അടുത്ത ചോദ്യമാണ് ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ചന്ദ്രയാൻ 3 ആദിത്യ L1 ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എത്രമാത്രം റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെന്ന് നിങ്ങൾ നോക്കണം.
2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 23 ലാൻഡ് ചെയ്തു. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഈ ഡേറ്റുകൾ നോക്കി വയ്ക്കണം, ഇനിയും PSC കേൾക്കും. ജൂലൈ 14 വിക്ഷേപണം, ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുന്നത്, ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മലനാടുകളെക്കുറിച്ച് പറഞ്ഞു. എന്താ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടനാടിനെ കുറിച്ച് കേട്ടിരിക്കുന്നു. ഇതാണ് PSC. ഓക്കെ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മലനാടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കേട്ടിരുന്നു. ഏതാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് കേട്ടത്. സെയിം എന്താണ് ടോപ്പിക്കിൽ നിന്ന് ഇടനാടിനെ പറ്റി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടിരിക്കുന്നു. ഇത് ഒരേ മാസം നടന്ന എക്സാം എന്ന് നിങ്ങൾ ഓർക്കണം. ഇടനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരി അല്ലാത്തത് കണ്ടെത്താനാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ടു 75 മീറ്റർ ഉയരം കൂടിയ കുന്നുകളും മലകളും. കണ്ട, ഈ ഓപ്ഷൻസ് വരെ അവർ മാറ്റിയിട്ടില്ല, ക്വസ്റ്റ്യൻ മാത്രം മാറ്റിയിരിക്കും. ഓപ്ഷൻസ് സെയിം ഓപ്ഷൻ, ഇതേ ഓപ്ഷനാണ് അതിലുണ്ടായിരുന്നത്, ഇതേ ഓപ്ഷനാണ് ആ ക്വസ്റ്റ്യനിലുണ്ടാകുന്നത്, ഇതേ ഓപ്ഷനാണ് അതിൽ ഉണ്ടായിരുന്നതും. ഓക്കെ, അപ്പം ഇതിലേതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്? വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇതാണ് 2ഉം 3ഉമാണ്. ഓക്കെ, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് നമ്മൾ ഏതാണ്? മലനാടെന്ന് പറയണം. ഓക്കെ, മലനാട് ആ പേരിൽ തന്നെ ഉണ്ട്, മലകളും കുന്നുകളും മലനാട്. അതുപോലെ തന്നെ മലനാടിൻ്റെ ഭാഗങ്ങളാണ് കൂടുതൽ വനങ്ങളും. ഓക്കെ, മലനാടിനാണ് വനങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് മറ്റൊരു ചോദ്യമാണ് വെള്ളച്ചാട്ടം. താഴെ കിടക്കാത്ത മത്സ്യഫെഡ് നമ്മളിപ്പം പറഞ്ഞിട്ട് പോയ ക്വസ്റ്റ്യനാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടിരിക്കുന്ന ആ ടോപ്പിക്കിൽ നിന്ന്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ ശരി അല്ലാത്തത് കണ്ടെത്താനാണ്. ഏതാണ്? വാഴച്ചൽ, ആതിരപ്പള്ളി, വാഴച്ചലൊക്കെ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, തൃശ്ശൂരിലാണ്. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ചിന്നക്കനാലെല്ലാം ഇടുക്കി, പാലരുവി കൊല്ലം. ഓക്കെ, അടുത്ത മത്സ്യഫെഡിൻ്റെ കണ്ട റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കേൾക്കണുണ്ടോ? സെയിം ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് PSC കേൾക്കണുണ്ട്. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. ആസ്ഥാനം തിരുവനന്തപുരം. പക്ഷേ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതായിരുന്നു? ആസ്ഥാനം എവിടെയാണ്? കൊച്ചി എന്ന് കേട്ടാണ് ഒരു ഓപ്ഷൻ തന്നിരുന്നത്. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് ഇതിനെ കൊടുത്തത് തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അപ്പം ഓപ്ഷൻ ഡി ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. 84 തിരുവനന്തപുരം ആസ്ഥാനം മിസ് കേരള എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത്. അടുത്ത് വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. 4 സ്റ്റേറ്റ്മെൻറ്റുകളും വായിച്ചു നോക്കുക. ഏതാണ്? കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശീയോദ്യാനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത് ആറളമാണ്. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ ആറളമാണ്. അപ്പം ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയുടെ സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്നതും ആറളമാണ്. അപ്പം ഓപ്ഷൻ എ ആണ്. ഓക്കെ, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. വീണ്ടും ദേശീയോദ്യാനത്തിന് അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഏതാണ്? 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയെന്നാണ്. ഏതാണ്? ഓപ്ഷൻ 29, ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2ഉം 4ഉമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചോലയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലൻറ്റ് വാലിയിലാണ്. ഓക്കെ, സൈലൻറ്റ് വാലിയിലാണ്. അടുത്ത് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ്. കബനി, ഭവാനി, പാമ്പ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ളത്? ഇതിൽ ഭവാനി ഇല്ല. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. ഓക്കെ, 30 ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യമാണ്,
31 നമ്മുടെ ടോപ്പിക്കല്ല, ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞു പോകാം. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്ന ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുന്നു. നമ്മളെ ടോപ്പിക്കല്ല, എന്നാലും ഉത്തരവൊന്ന് പറഞ്ഞു പോയതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, സെയിം ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്, ശാസ്താംകോട്ട. ഇത് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ല, കുറച്ച് മുമ്പേ പറഞ്ഞേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ്, കോട്ടയമാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് പത്തനംതിട്ട. ഓക്കെ, കക്കാട് പത്തനംതിട്ടയാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയല്ലാത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലത്തെ വീഡിയോയിൽ സെയിം ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് കേട്ടിരുന്നു, റിപ്പീറ്റ് ചെയ്ത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ടോപ്പിക്കാണ് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണതെന്ന്. അപ്പം അത്രയ്ക്കും റിലേറ്റ് ചെയ്ത് ആ സെയിം ടോപ്പിക്കിൽ നിന്നൊക്കെ PSC ക്വസ്റ്റ്യൻസൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ട്രെൻഡിനനുസരിച്ച് പോവുക. കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി അല്ലാത്തത് കണ്ടെത്താനാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കിഴക്കെന്ന് പറയുമ്പോൾ താരതമ്യേന വീതി കൂടുതലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലും പൂർവ്വഘട്ടത്തിനും ഇടയിൽ താരതമ്യേന വീതി കൂടുതൽ, കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നില്ല. ഓക്കെ, കാണപ്പെടുന്നില്ല. പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ഹിമാലയം നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി അല്ലാത്തത് കണ്ടെത്താനാണ്. ഏതാണ്? 36 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3, 4 അപരദന തീവ്രത കൂടുതലാണ്, അതുപോലെ തന്നെ വിസ്തൃതി കൂടിയ വൃഷ്ടിപ്രദേശമാണ്, അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ജസ്റ്റ് വേണമെങ്കിൽ ലോജിക് ഉപയോഗിച്ച് ചെയ്താവുന്നേ ഉള്ളൂ ക്വസ്റ്റ്യനുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യമാണ്. താഴെ പറയുന്ന പോലെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താൻ ഏതാണ്? നവശേവ ഉണ്ട്. ഓക്കെ, നവശേവ ഉണ്ട്. അതുപോലെ കാണ്ഡില ഗുജറാത്ത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 ഈ കിഴക്കൻ തീരപ്രദേശത്തുള്ള തുറമുഖങ്ങൾ പഠിക്കാൻ ജസ്റ്റ് ചെറിയൊരു കോഡുണ്ട്, വേണമെങ്കിൽ അത് പറഞ്ഞുതരാം. കിഴക്കൻ, ഓക്കെ, ഇതിപ്പോൾ പടിഞ്ഞാറാണ് കേട്ടിരിക്കുന്നത്. കിഴക്ക് പഠിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറും കിട്ടും. ഓക്കെ, അപ്പം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ കോഡെന്ന് പറയുന്നത് എന്താണ്? കിഴക്ക് തൂക്കാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോലെടുത്ത് അടിച്ച്. ഓക്കെ, കിഴക്ക് തൂക്കാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോലെടുത്ത് അടിച്ചു. കിഴക്കെന്ന് പറയുന്നത് കിഴക്കൻ തീര തുറമുഖങ്ങൾ. കിഴക്ക് തൂക്കാൻ മീൻസ് എന്താണ്? തൂത്തുക്കുടി. ഓക്കെ, തൂത്തുക്കുടി, തമിഴ്നാട്ടിലുള്ള തൂത്തുക്കുടി. തൂക്കാൻ ചെന്ന മീൻസ് എന്താണ്? ചെന്നൈ തുറമുഖം. തൂത്തുക്കുടി ചെന്നൈ തുറമുഖം. എന്നെ മീൻസ് 800. ഓക്കെ, 800 തുറമുഖവും കിഴക്കൻ തീരമേഖലയിൽ പറഞ്ഞതാണ്. കിഴക്ക് തൂക്കാൻ ചെന്ന എന്നെ 800. വിശാഖപട്ടണം തുറമുഖം. ഓക്കെ, വിശാഖ്. പാരദ്വീപ്. പാരക്കോൾ അടിച്ചു എന്താണ്? കൊൽക്കത്തയാണ്. അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. അപ്പം കിഴക്കൻ തീര പ്രധാന തുറമുഖങ്ങൾ: കിഴക്ക് തൂക്കാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോൽ എടുത്തടിച്ചു. തൂത്തുക്കുടി, ചെന്നൈ, 800, വിശാഖപട്ടണം, പാരക്കോൽ, പാരദ്വീപ്, കൊൽക്കത്ത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്താനാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1, 3 കാരക്കോറം, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, അപ്പം കാരക്കോറം സസ്കറുമാണ് കിഴക്കൻ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. നദിയുടെ പോഷക നദിയാണ് കബനി. ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി, ഭവാനി, പാമ്പാർ എല്ലാം നമ്മുടെ കാവേരിയുടെ പോഷക നദിയാണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓപ്ഷൻ ഡി ആണ്. 1, 3 ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. ഓക്കെ, 2020 ആണ്. 2024 2020. അടുത്ത് ഓൺലൈനായിട്ട് നടന്ന ഒരു എക്സാമിൻ്റെയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേർ നോക്കണം. നമ്മൾ വായിച്ച് വിട്ട ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. സൈലൻറ്റ് വാലി ഓൺലൈനായിട്ട് നടന്ന ഒരു എക്സാമാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക.
സൈലൻറ്റ് വാലി ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തരുന്നു. ഇവയിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് 4 സ്റ്റേറ്റ്മെൻറ്റുകളും വായിച്ചു നോക്കുക നിങ്ങളൊന്ന് ജസ്റ്റ്. ഏതാണ് ക്വസ്റ്റ്യൻ? നല്ല ലെവൽ ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇത് നോക്കണം. ഉത്തരം ഏതാണ്? ഇടുക്കി ജില്ലയിൽ ഏതാണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്? ഇടുക്കി ജില്ലയിലാണോ സൈലൻറ്റ് വാലി? ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉത്തരം നോക്കണം. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി. അപ്പം ആ ഒരു ജില്ല മാത്രമാണ് PSC മാറ്റി കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പിടിച്ചിരുന്ന് നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതോ ഒരു ഓൺലൈൻ എക്സാമിന് നടത്തിയ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക എന്നാണ്. ഏതാണ് ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത? ഇത് നോക്കണ്ട കേട്ടോ, PSC ക്യാൻസലായ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതെന്നാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഭൂപൻ ഹസാരിക പാലമാണ്. ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്താണ്. ചുഴലിക്കാറ്റ് ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, രശ്മിമാല ശ്രീലങ്കയാണ് പേര് നൽകിയത്. ഓക്കെ, രശ്മിമാല ശ്രീലങ്കയാണ് പേര് നൽകിയത്. ഇന്ത്യയിലെ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി 3ാമത്തെ തവണയാണ് നമ്മൾ എടുത്തപ്പം കേട്ടത്. കോഴിക്കോടാണ്. ഓക്കെ, 6 കോഴിക്കോടാണ് ഉത്തരം. അതേപോലെ 7ാമത്തെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത കണ്ടെത്താനാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വായിച്ചു നോക്കുക. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. എന്തിനാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ? സഞ്ചാരപാത ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്ററാണ്. ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതുപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. വാർത്താവിനിമയത്തിൽ ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഓക്കെ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഓപ്ഷൻ എ ആണ്. ഇനി സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെയാണ് ബാക്കി 2 പ്രത്യേകതകൾ. ഓക്കെ, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഏതാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. മാനാസും സുബൻസിരിയാണ്. അടുത്തതാണ് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ഇത് നമ്മളൊരു കറണ്ട് അഫയേഴ്സിൽ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ള പുഴ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഭവാനി പുഴയുടെ ഒരു പോഷക നദിയാണ് കൊടങ്ങരപ്പള്ളം. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.